ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ദേശീയ അധ്യാപക പുരസ്കാര ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർ സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി. മഴവെള്ള സംഭരണത്തിനായി ഗുജറാത്തിൽ നടപ്പാക്കുന്ന ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. സ്വച്ഛ് ഭാരത് ദൌത്യം നടപ്പിലാക്കിയതിലൂടെ രാജ്യത്ത് ശിശുമരണ നിരക്ക് കുറഞ്ഞതായി പഠന റിപ്പോർട്ട്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളുടെ വരവറിയിച്ച് ഇന്ന് അത്തം. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര നടന്നു. ഓണാഘോഷ പരിപാടികളിൽ നിന്നും ജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതായും മുഖ്യമന്ത്രി. പാരീസ് പാരാലിമ്പിക്സിന്റെ 9ാം ദിനത്തിൽ മെഡൽ പ്രതീക്ഷകൾ തുടർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാര ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു. അധ്യാപകരുടെ ആത്മസമർപ്പണത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കാണ് അവർ വഹിക്കുന്നതെന്നും പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ നൂതനമാക്കുന്നതിനായി പ്രവർത്തനം തുടരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 2 അധ്യാപകർ ഉൾപ്പെടെ 82 പേരാണ് ഇന്നലെ രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ആലപ്പുഴ SDB VHSലെ ജിനു ജോർജ്, പാലക്കാട് കുണ്ടൂർകുന്ന് VPA UPSലെ K ശിവപ്രസാദ് എന്നിവരാണ് പുരസ്കാരം ലഭിച്ച മലയാളികൾ. മഴവെള്ള സംഭരണത്തിനായി ഗുജറാത്തിൽ നടപ്പാക്കുന്ന ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി ഗുജറാത്തിലുടനീളം 25,000-ഓളം മഴവെള്ള സംഭരണികൾ നിർമ്മിക്കും. ദീർഘകാല ജലസുസ്ഥിരത ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഗുജറാത്ത് സർക്കാരും കേന്ദ്ര ജലശക്തി മന്ത്രാലയവും സംയുക്തമായാണ് സംരംഭം നടപ്പാക്കുന്നത്. പൊതുജനങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും വ്യവസായ സംരംഭകരെയും പദ്ധതിയിൽ പങ്കാളികളാക്കും. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ഗുജറാത്തിലെ മഴവെള്ള സംഭരണ പദ്ധതികൾ രാജ്യത്തിനു തന്നെ മാതൃകയായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സ്വച്ഛ് ഭാരത് ദൌത്യം നടപ്പിലാക്കിയതിലൂടെ രാജ്യത്ത് ശിശുമരണ നിരക്ക് കുറഞ്ഞതായി പഠന റിപ്പോർട്ട്. ശാസ്ത്രമാസികയായ നേച്ചറിലാണ് 2011-20 കാലയളവിൽ പ്രതിവർഷം 60,000-നും 70,000-നും ഇടയിൽ ശിശുമരണം കുറയ്ക്കാൻ സാധിച്ചതായി പ്രതിപാദിക്കുന്നത്. സ്വച്ഛ് ഭാരത് ദൌത്യവും ശിശുമരണ നിരക്കും സംബന്ധിച്ച് അന്താരാഷ്ട്ര ഭക്ഷ്യനയ ഗവേഷണ കേന്ദ്രം, കാലിഫോർണിയ സർവകലാശാല, ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നിവയിലെ ഗവേഷകർ പഠനം നടത്തിയിരുന്നു. 35 സംസ്ഥാനങ്ങളിലെയും 640 ജില്ലകളിലെയും ശിശുമരണ നിരക്ക് സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചാണ് ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ ദൌത്യം സഹായകമായി കണ്ടെത്തിയത്. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ശൌചാലയങ്ങൾ രാജ്യത്തെ പൊതു ആരോഗ്യ മേഖലയിൽ മികച്ച രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സ്വച്ഛ് ഭാരത് ദൌത്യത്തിന്റെ നേട്ടങ്ങൾ സംബന്ധിച്ച ഗവേഷണ ഫലങ്ങൾ സന്തോഷം പകരുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ശൌചാലയങ്ങൾ നിർമ്മിച്ചു നൽകിയതിലൂടെ ശിശുമരണ നിരക്ക് കുറയ്ക്കാനും ശുചിത്വം ഉറപ്പുവരുത്താനും സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനം ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന് ആക്കം കൂട്ടിയതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര സാമ്പത്തിക ബന്ധം ശക്തിപ്പെട്ടതായും ശ്രീ ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയാണ് ന്യൂഡൽഹിയിൽ തിരിച്ചെത്തിയത്. ഇരു രാജ്യങ്ങളുമായി വിവിധ ധാരണാപത്രങ്ങളും സന്ദർശനത്തിന്റെ ഭാഗമായി കൈമാറി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ജാപ്പനീസ് ഡിജിറ്റൽ പരിവർത്തന മന്ത്രിയുമായി ടോക്കിയോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഡിജിറ്റൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടന്നു. ഇന്ത്യ ജപ്പാൻ നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ചും ഇരുവരും ചർച്ച നടത്തി. അടിസ്ഥാന സൌകര്യം, ഗതാഗതം, വിനോദസഞ്ചാരം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ജാപ്പനീസ് മന്ത്രിമാരുമായും ശ്രീ അശ്വനി വൈഷ്ണവ് ചർച്ച നടത്തി. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് അത്തം. ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നാടും നഗരവും. ഒരു റിപ്പോർട്ട്. ജാതിമത ഭേദമന്യേ മലയാളികളുടെ വീട്ടുമുറ്റത്ത് പൂക്കളങ്ങൾ വിരിഞ്ഞു തുടങ്ങി. അത്തം 10-ന് തിരുവോണം വരെ ഒരുക്കുന്ന പൂക്കളത്തിനുമുണ്ട് പ്രത്യേകതകൾ. അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നൊരു പഴഞ്ചൊല്ലും ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറയിൽ ഇന്ന് നടന്നു. കൊച്ചി രാജാവ് തൃപ്പൂണിത്തുറയിൽ നിന്ന് തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടിരുന്നതിനെ അനുസ്മരിച്ചാണ് അത്തം ഘോഷയാത്ര നടക്കുന്നത്. സ്പീക്കർ AN
ഷംസീർ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ഓണവിപണികളും സംസ്ഥാനത്ത് സജീവമായി കഴിഞ്ഞു. സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ്, കുടുംബശ്രീ ഓണച്ചന്തകളിലൂടെ വിലക്കുറവിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. വയനാട് ദുരന്തമേൽപ്പിച്ച ആഘാതത്തിനിടയിലും സമൃദ്ധിയുടെയും ഒരുമയുടെയും ഓണാഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് മലയാളികൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഓണാഘോഷ പരിപാടികളിൽ നിന്നും ജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണം വാരാഘോഷ പരിപാടികളാണ് ഒഴിവാക്കിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രതിരോധ പെൻഷൻകാർക്കായുള്ള സ്പർശ് പദ്ധതി ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രതിരോധ പെൻഷൻകാർക്കായി പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച സ്പർശ് ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ഗവർണർ. ഒട്ടേറെ ത്യാഗം സഹിച്ച് രാജ്യത്തിനായി സേവനം നടത്തുന്നവരാണ് സൈനികർ. സൈനികരെയും സൈനികരുടെ കുടുംബത്തെയും സഹായിക്കുന്നതിൽ സ്പർശ് പദ്ധതി വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു. ചെന്നൈ ഡിഫൻസ് അക്കൌണ്ട്സ് കൺട്രോളർ ടി ജയശീലൻ, IDAS തിരുവനന്തപുരം സൈനിക കേന്ദ്രം കമാൻഡർ ബ്രിഗേഡിയർ സലിൽ MP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തും സമീപ ജില്ലകളിൽ നിന്നുമായി 1500ഓളം ഡിഫൻസ് പെൻഷൻകാരും ഫാമിലി സിവിലിയൻ പെൻഷൻകാരും ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ പങ്കെടുത്തു. ജമ്മുകശ്മീരിൽ രണ്ടാംഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 6 ജില്ലകളിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 310 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഈ മാസം 25-നാണ് ജമ്മുകശ്മീരിൽ രണ്ടാംഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ്. തെലങ്കാനയിൽ 6 മാവോയിസ്റ്റുകളെ പോലീസ് സേന വധിച്ചു. ഭദ്രാദരി കൊത്താഗുഡെ ജില്ലയിലെ വനമേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് 2 സ്ത്രീകൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 2 പോലീസുകാർക്കും പരിക്കേറ്റു. പ്രദേശത്ത് നിന്ന് 2 AK-47 തോക്കുകളും മറ്റ് ആയുധങ്ങളും പിടിച്ചെടുത്തു. ആന്ധ്രാപ്രദേശ് വെള്ളപ്പൊക്കത്തിൽ പ്രാഥമിക കണക്കുകൾ പ്രകാരം 1.8 ലക്ഷം ഹെക്ടറിലെ വിളകൾ നശിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. 2 ലക്ഷത്തോളം കർഷകരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങൾക്ക് എല്ലാ സഹായവും നൽകുമെന്നും കൃഷിമന്ത്രി ഉറപ്പു നൽകി. ഇരു സംസ്ഥാനങ്ങളിലെയും ദുരിതബാധിതർക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് ധനമന്ത്രാലയം നിർദ്ദേശം നൽകി. വിജയവാഡയിലെ ബുഡാമേരു കനാലിലെ തകരാർ പരിഹരിക്കാനായി 40-അംഗ സൈനിക എഞ്ചിനീയറിംഗ് സംഘവും എത്തിച്ചേർന്നിട്ടുണ്ട്. പാരീസ് പാരാലിമ്പിക്സ് ജൂഡോയിൽ വെങ്കല മെഡൽ നേടിയ കപിൽ പർമാറിന് അഭിനന്ദനമറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ജൂഡോയിൽ ഇന്ത്യയുടെ ആദ്യ പാരാലിമ്പിക്സ് മെഡലാണിത്. പാരാലിമ്പിക്സ് 9ാം ദിനത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഫൈനലിൽ ദീപേഷ് കുമാറും ഹൈജമ്പിൽ പ്രവീൺ കുമാറും ഇന്നിറങ്ങും. വനിതകളുടെ 67 കിലോഗ്രാം പവർ ലിഫ്റ്റിംഗിൽ കസ്തൂരി രാജാമണിയും ജാവലിൻ ത്രോയിൽ ഭാവന ബെൻ ചൌധരിയും ഇന്ന് ഫൈനൽ പോരാട്ടത്തിനിറങ്ങുന്നുണ്ട്. പാരാലിമ്പിക്സിൽ നിലവിൽ 25 മെഡലുമായി ഇന്ത്യ 16ാം സ്ഥാനത്താണ്. സ്പെയിനിൽ നടക്കുന്ന അണ്ടർ-20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് സ്വർണം. വനിതകളുടെ 76 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഇനത്തിൽ ജ്യോതി ബെർവാൽ യുക്രൈൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് സ്വർണ്ണ മെഡൽ നേടിയത്. അണ്ടർ-20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ തുടർച്ചയായ 2ാം സ്വർണ്ണ മെഡൽ നേട്ടമാണിത്. കഴിഞ്ഞ വർഷം പ്രിയ മാലിക് ഇതേ ഇനത്തിൽ സ്വർണം നേടിയിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് ഏരീസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. വൈകുന്നേരം 6:45-ന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസുമായി ഏറ്റുമുട്ടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. യുക്രൈൻ സമാധാന കരാറിൽ ഇടനിലക്കാരാകാൻ ഇന്ത്യ, ബ്രസീൽ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് സാധിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. കിഴക്കൻ സാമ്പത്തിക ഫോറത്തിന്റെ പ്ലീനറി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 3 രാജ്യങ്ങളുമായി നിരന്തരം സംഭാഷണം നടത്തിവരുന്നതായും യുക്രൈൻ പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്ന് ഈ രാജ്യങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നതായും പുടിൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ അധ്യാപക പുരസ്കാര ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർ സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി. മഴവെള്ള സംഭരണത്തിനായി ഗുജറാത്തിൽ നടപ്പാക്കുന്ന ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സ്വച്ഛ് ഭാരത് ദൌത്യം നടപ്പിലാക്കിയതിലൂടെ രാജ്യത്ത് ശിശുമരണ നിരക്ക് കുറഞ്ഞതായി പഠന റിപ്പോർട്ട്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളുടെ വരവറിയിച്ച് ഇന്ന് അത്തം. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര നടന്നു. ഓണാഘോഷ പരിപാടികളിൽ നിന്നും ജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതായും മുഖ്യമന്ത്രി. പാരീസ് പാരാലിമ്പിക്സിന്റെ 9ാം ദിനത്തിൽ മെഡൽ പ്രതീക്ഷകൾ തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.